ഹലോ! ഇന്ന് ഞങ്ങളെല്ലാരും കൂടെ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. സാധാരണ ഇവരെ 2 പേരെയും വിളിച്ചാൽ അവർ വരത്തില്ല. ഇന്ന് ഞങ്ങളെക്കാട്ടി മുമ്പ് റെഡിയായിട്ട് ഞങ്ങളും വരുന്നൂന്ന് പറഞ്ഞ് കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് വിവാൻകുട്ടി പറഞ്ഞത് അവൻ്റെ മുടി വെട്ടണമെന്ന്. അപ്പം പിന്നെ ഏട്ടൻ പിന്നെ അവനെക്കൊണ്ട് മുടി വെട്ടിക്കാൻ വേണ്ടി പോയി. അപ്പം ഞാനും വർഷിക്കുട്ടിയും കൂടാണ് ഇന്നത്തെ ഷോപ്പിംഗ് കേട്ടോ. നേരെ ഞങ്ങളിപ്പോൾ ഹാഫ് ഡേയിലുള്ളിലേക്ക് പോവാണ്. ഇന്ന് വർഷയാണ് ഫുള്ള് ഷോപ്പിംഗ് ചെയ്യുന്നതെന്നാണ് അവൾ പറഞ്ഞത്. അപ്പം നേരെ വന്നത് ഞങ്ങൾ ഡ്രസ്സിൻ്റെ അടുത്തേക്കാണ്. കുറേ സെയിലും കാര്യങ്ങളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. ക്രിസ്മസ് സമയമായിരുന്നു അതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ സൈസിലൊന്നും ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഇത് ക്രിസ്മസ് ടൈമിൽ ഇതുപോലെ വലിയ ടർക്കി കോഴികൾ വരും കേട്ടോ. അപ്പോൾ അത് ക്രിസ്മസിൻ്റെ തലേ ദിവസം അവരിത് കോഴിയെ നല്ല മാരിനേറ്റൊക്കെ ചെയ്തിട്ട് ബേക്കൊക്കെ ചെയ്ത് കഴിക്കും. അതിവിടുത്തെ ഒരു ട്രഡീഷനാണ്. പക്ഷേ നമ്മളതൊന്നും വാങ്ങിയില്ല. ഞാൻ സാധാരണ ചിക്കനാണ് എടുത്തത്. ഇവിടെ ആർക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല വലിയ ടർക്കി കോഴി. അപ്പോൾ പശുക്കുട്ടി കരിമ്പുംകാട്ടിൽ ആന കയറിയതുപോലെ എന്തെടുക്കണമെന്നൊരു കൺഫ്യൂഷൻ മൊത്തത്തിൽ. ഒരുപാട് നാളായി ഇതിൻ്റെ ഉള്ളിൽ വന്ന് അതിൻ്റെ ഒരു ആവേശം കാണുന്നുണ്ട്. എല്ലാത്തിലും പോയി ഓരോന്ന് എടുക്കുന്നുണ്ട്. ഞാൻ അവൾ എടുത്തോണ്ട് വരുന്നതിനെയൊക്കെ കൊണ്ട് തിരിച്ചും വെക്കും. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഏകദേശമൊക്കെ കഴിയാറായി. കൂടുതലും വെജിറ്റബിൾസ്, പിന്നെന്താണ് തൈര്, പാല്, മുട്ട ഇതൊക്കെ തന്നെയാണ്. പിന്നെ കുറേ കേക്കിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവർക്ക് ഈ പ്ലം കേക്കും ഒന്നും വലിയ ഇഷ്ടമൊന്നുമല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും വാങ്ങിയില്ല. പുഡിങ്, ഈ ക്രിസ്മസ് പുഡിങ് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എടുത്തില്ല. പക്ഷേ കുട്ടി ഇപ്പം നേരെ വന്നത് കണ്ടില്ല ഐസ്ക്രീം എടുക്കാനാണ്. അവർക്കതൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഈ ഐസ്ക്രീമും കാര്യങ്ങളും ഇതൊക്കെയാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണെന്ന് വെച്ചാൽ നോക്കിയെടുക്കണം. ഇവിടെ വെറൈറ്റികൾ ഒരുപാടാണ്. അപ്പം ഏതെടുക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. പിന്നെ ലാസ്റ്റിൽ ഏതോ ഒന്ന് എടുത്തിട്ടുണ്ട്. ഋഷികുട്ടിയോട് ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം തൊട്ട് മോൾ ഇനി വരണ്ട, വീട്ടിലിരുന്നാൽ മതി, ഞങ്ങൾ മാത്രം വന്ന് ഷോപ്പ് ചെയ്തോളാന്ന്. ഇപ്പം പിന്നെ സാധനത്തിൻ്റെ എല്ലാം വില കൂടിയിട്ടുണ്ട്. ഞങ്ങൾ വന്ന സമയത്തെ റേറ്റ് അല്ല. ഇപ്പോൾ ഒരു 3-4 മാസം കൊണ്ട് നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. എല്ലാത്തിനും ഒരു 50 പെൻസൊക്കെ വീതം കൂടിയിട്ടുണ്ട്. നേരത്തെ ഒരു 60 പൗണ്ടിന് നമുക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ സമയത്ത് ഇപ്പം നമ്മളിപ്പോൾ വാങ്ങുമ്പോൾ ഏകദേശം ഒരു 100 പൗണ്ടിന് അടുപ്പിച്ചാവുന്നുണ്ട്. അത്രയ്ക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ റെഡിമെയ്ഡ് ഫുഡ് മേടിക്കും. അത് പിന്നെ ഓവനിൽ വെച്ചൊന്ന് ബേക്ക് ചെയ്ത് കഴിച്ചാൽ മതി. അതിനൊന്നും അത്ര റേറ്റ് ആവില്ല. ഇവന്റെ ഫോർവേഡ് നോക്കിയപ്പോൾ കുറേ മുടിയുടെ കൊള്ളാം. അങ്ങനെ വിവാൻകുട്ടി മുടിയൊക്കെ വെട്ടി കുറച്ചുകൂടെ ഫ്രണ്ടിൽ വെട്ടാനുള്ളത് പോലെ എനിക്ക് തോന്നി കേട്ടോ. പശുക്കുട്ടി അത് തന്നെ പറഞ്ഞത്. ശരി എന്തെങ്കിലും ആട്ടെ, ഇനി അതൊരു സ്റ്റൈലായിരിക്കുമോ എന്തോ. ഇവർ മുടി വെട്ടാൻ കുറച്ച് മടിയാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് കേട്ടോ. കുറച്ചേ വെട്ടത്തുള്ളൂ. ഇനി പെട്ടെന്ന് അങ്ങനെ വളർന്നാലല്ലേ അവർക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും കസ്റ്റമറെ കിട്ടത്തുള്ളൂ. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വഴിയൊക്കെ കണ്ടില്ലേ, മരത്തിലൊന്നും ഒരില പോലും ഇല്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ നമുക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇനി ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കണം. എന്തുണ്ടാക്കണമെന്ന് ഒരു ഐഡിയയും ഇല്ല. എന്തായാലും സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ടണം. പൊട്ടിച്ചു നോക്ക് എന്താണെന്ന്. സാരി സമാധാനം. വർഷക്കുട്ടി ഇടുന്ന കണ്ടപ്പോൾ എനിക്കൊരു ടെൻഷൻ, ഇനി അത് വലിച്ചു കയറുമോയെന്ന്. നമുക്ക് പൊതുവെ അങ്ങനെ തോന്നുന്നില്ല. പിള്ളേർ ചെയ്യുന്ന സമയത്ത് അവർ ശരിയായിട്ട് ചെയ്യുമോ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ തന്നെ എടുത്ത് അടുത്ത കുഷ്യൻ കവർ ഇട്ടു. എനിക്ക് ഇപ്രാവശ്യം ഒരു നല്ല കളർഫുള്ളായിട്ടുള്ള കവർ വേണമെന്ന് തോന്നി. നമ്മുടെ കയ്യിലിരുന്ന ഒരു ക്രീം കളറാണ്. ശരി, ഒരു ചേഞ്ചൊക്കെ വേണ്ടേ, ന്യൂ ഇയർ ഒക്കെ അല്ലേ, കുറച്ചൊന്ന് കളർഫുള്ളാവാം. ഇവിടെ അച്ഛനും മോളും കൂടെ എല്ലാം പറക്കിയൊക്കെ വെക്കുകയാണ്. വന്ന ഉടനെ തന്നെ ആ ഒരു ജോലി കഴിഞ്ഞെങ്കിൽ പിന്നെ എളുപ്പമാണ്. ഇവിടെ എന്തോ 2 പേരും കൂടെ തർക്കമൊക്കെ നടക്കുന്നുണ്ട്. കൊറിയാണ്ടർ ലീഫിനെ ഇങ്ങനെ കറക്റ്റായി പിടിച്ചില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേട്ടൻ വഴക്ക് പറയുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു അവിടെ കയ്യിൽ എന്തോ അഴുക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിനെ അങ്ങനെയൊക്കെ ഇട്ടത്. എന്തെങ്കിലും ആട്ടെ, നമുക്ക് എന്തായാലും എല്ലാം പറക്കി വെച്ചാൽ മതി. ഇനി എന്തായാലും കൊറിയാണ്ടർ ലീഫിനെ ഞാനിനി വേറെ ബോക്സിലാക്കണം. ശരി, വെക്കുന്നിടത്തോളം എല്ലാം വെക്കട്ടെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതങ്ങ് തീരും. നമ്മൾ തന്നെ പറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അങ്ങനെ ഞാൻ ഫ്രൂട്ട്സ് എല്ലാം ബാസ്ക്കറ്റിലേക്ക് അടുക്കി. നമ്മൾ ലിച്ചി വാങ്ങിയിരുന്നു കേട്ടോ. സാധാരണ എപ്പോഴും അങ്ങനെ കിട്ടാറില്ല. ഇന്ന് നമുക്കങ്ങനെ കിട്ടിയതാണ്. അത്യാവശ്യം നന്നായിട്ട് പഴുത്തൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ കിട്ടിയ പാടെ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പുളിയാണോ മധുരമാണോ എന്നൊക്കെ. ചിലപ്പം വാടിയതായിരിക്കും, അതും പറയാൻ പറ്റില്ല. പക്ഷെ കഴിച്ച് നോക്കിയപ്പം കുഴപ്പമില്ല, നല്ല മധുരമൊക്കെ ഉണ്ട്, പുളിയൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
പക്ഷേ ഒത്തിരി ദിവസം വെക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളത് കഴിച്ച് തീർക്കണം, അല്ലെങ്കിൽ അത് ചീത്തയായി പോകും. അതൊക്കെ കൊടു തെന്നി വീഴല്ല. വിവാൻകുട്ടി കാക്കയ്ക്ക് കൊണ്ട് ചോറ് വെക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ വന്ന ഉടനെ ചോറൊന്നും വെച്ചില്ല. ഇന്നലത്തെ ചോറ് ഇച്ചിരി ബാലൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോയി കൊടുത്തു. ഇത് ഈ ഗ്ലാസിൻ്റെ നമ്മുടെ ഈ ഡോറില്ലേ ഇവിടെ വരെ വരും, എന്നിട്ട് തിരിച്ചവിടെ പോയി നിൽക്കും. എന്നും ഒന്നും വരാറില്ല, വല്ലപ്പോഴും ഒക്കെ കാണാറുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ചോറൊക്കെ കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ കൂട്ടത്തോടെ കുറേ കാക്കകളെ വിളിച്ചുകൊണ്ട് വരും. അപ്പം ഞാൻ പോയി ഇനി ഫുഡ് ഉണ്ടാക്കട്ടെ. അപ്പോൾ എന്താണ് ഉണ്ടാക്കിയെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.